കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ജാതി അധിക്ഷേപത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. CPIM നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വീടിന് തറക്കല്ലിട്ടു. 1118 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായാണ് വീടൊരുങ്ങുക. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പൊതുയോഗത്തിൽ പറഞ്ഞു. ഡോക്ടറാവുക എന്ന ആഗ്രഹത്തോടൊപ്പം തന്നെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നവുമായാണ് നിതിൻ രാജ് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി കയറുന്നത്. എന്നാൽ ആ ആഗ്രഹം പൂർത്തിയാകുമ്പോൾ നിതിൻ ജീവനോടെയില്ലെന്നത് താങ്ങാനാവുന്നതിലും അപ്പുറത്തെ സങ്കടക്കാഴ്ചയാണ്. നിതിൻ രാജിന്റെ കുടുംബത്തിന് കൈത്താങ്ങായി CPIM നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചത്. നിതിനെ അടക്കം ചെയ്ത കുന്നുനടയിലെ അതേ ഭൂമിയിലാണ് കുടുംബത്തിനായി പാർട്ടി പുതിയ വീട് പണി കഴിപ്പിക്കുന്നത്. CPIM വിളപ്പിൽ വിതുര ഏരിയ കമ്മിറ്റികൾ ചേർന്നാണ് വീട് നിർമ്മിക്കുക. പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രം ഫണ്ട് പിരിവ് നടത്തിയാണ് വീട് നിർമ്മാണം. ശിലാസ്ഥാപനത്തിന് ശേഷം MV ഗോവിന്ദൻ മാസ്റ്റർ, CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി AA റഹീം, അഡ്വക്കേറ്റ് SP ദീപക്, G സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുത്ത പൊതുയോഗവും നടന്നു. CPIM കുടുംബത്തോടൊപ്പം തന്നെയാണെന്നും പ്രതി റാമിനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള കർശനമായ നിലപാട് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ടും 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ടും ലഭിക്കണം എന്നിപ്പോൾ നിർദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സാമ്പത്തിക സഹായവും നിതിൻ രാജിന്റെ ജീവന് പകരമാകില്ലെങ്കിലും സമാശ്വാസമായി ഒരു സഹായം മാത്രമാണ് പാർട്ടി ചെയ്യുന്നത്. വീടുപണി ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ പൂർത്തീകരിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പൊതുയോഗത്തിൽ പറഞ്ഞു. പൊതുയോഗത്തിൽ നിതിൻ രാജിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.